ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യക്ക് 270 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഓസീസ് 269 റൺസിന് പുറത്താവുകയായിരുന്നു. ഇന്ത്യക്കായി ഹാർദിക് പാണ്ഡ്യ, കുൽദീപ് യാദവ് എന്നിവർ 3 വിക്കറ്റുകൾ നേടി. വിവരങ്ങളുമായി ആതിര ചേരുന്നു. ആതിര, ഇന്ത്യക്ക് മുന്നിൽ 270 റൺസ് വിജയലക്ഷ്യമാണ് നിൽക്കുന്നത്. എങ്ങനെയായിരുന്നു മത്സരം? ഫിജി 270 റൺസിലേക്ക് ഇന്ത്യ ഇപ്പോൾ ബാറ്റിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. നിലവിൽ 4 ഓവർ പിന്നിടുമ്പോൾ 19 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യയുള്ളത്. നേരത്തെ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഓസ്ട്രേലിയ 269 റൺസിൽ 49 ഓവറിൽ 269 റൺസ് എടുത്ത് പുറത്താവുകയായിരുന്നു. മികച്ച തുടക്കമാണ് ഓസീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു മികവ് പിന്നീട് തുടരാൻ സാധിക്കാത്തതാണ് ഓസീസ് ഇന്നിങ്സ് 269 ഒതുങ്ങിയത് എന്ന് വേണം പറയാൻ. മിച്ചൽ മാർഷും അതുപോലെ തന്നെ ട്രാവിസ് ഹെഡ് സഖ്യം രണ്ടാം ഏകദിനത്തിൽ മികച്ചൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ടുണ്ടാക്കിയ സഖ്യമായിരുന്നു. ഇവർ തന്നെ മൂന്നാം ഏകദിനത്തിലും ഓപ്പണിങ്ങിനായെത്തിയൊരു മികച്ച തുടക്കമാണ് ഓസീസിന് നൽകിയിട്ടുണ്ടായിരുന്നത്. ഡേവിഡ് വാർണർ ടീമിൽ തിരിച്ചെത്തിയെങ്കിലും ഓപ്പണിങ്ങിനായിട്ട് ഇറങ്ങിയില്ല എന്നുള്ളതും ഇന്നത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ടതാണ്. ആദ്യം ഒരു മികച്ച തുടക്കത്തിന് ശേഷം ഹാർദിക് പാണ്ഡ്യയാണ് ഇന്ത്യക്ക് 3 വിക്കറ്റ് വീഴ്ത്തി ഇന്ത്യക്ക് ഒരു ബ്രേക്ക് ത്രൂ നൽകിയത്. മികച്ച ഫോമിലുള്ള ട്രാവിസ് ഹെഡിനെയാണ് ഹാർദിക് ആദ്യം പുറത്താക്കിയത്. പിന്നാലെ സ്റ്റീവ് സ്മിത്ത് ആണ് ക്രീസിലെത്തിയത്. എന്നാൽ സ്റ്റീവ് സ്മിത്തിനെ 0-ൽ തന്നെ ഹാർദിക് പുറത്താക്കുകയായിരുന്നു. അതിനുശേഷം മിച്ചൽ മാർഷിനെയും 47 റൺസിൽ അർദ്ധ സെഞ്ചുറിക്ക് 3 റൺസ് അകലെ മിച്ചൽ മാർഷിനെയും ഹാർദിക് പുറത്താക്കി. പിന്നീട് ആ ഒരു കുൽദീപ് യാദവ് ആണ് ആ ഒരു വിക്കറ്റ് വേട്ട ഏറ്റെടുത്തത്. കുൽദീപ് യാദവ് 3 വിക്കറ്റ് വീഴ്ത്തി ഓസ്ട്രേലിയയെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു. ഓസ്ട്രേലിയക്കായി പിന്നീട് മാർക്കസ് സ്റ്റോയിനസും അതുപോലെ തന്നെ അലക്സ് ക്യാരിയും ചേർന്ന് ഒരു 58 റൺസിൻ്റെ സഖ്യമുണ്ടാക്കിയെങ്കിലും സ്റ്റോയിനസിനെ പുറത്താക്കി അക്സർ പട്ടേലും ഇന്ത്യക്കൊരു ബ്രേക്ക് ത്രൂ നൽകി. അതിന് പിന്നാലെ വാലറ്റത്ത് നിന്നുണ്ടായൊരു പ്രതിരോധമാണ്, അല്ലെങ്കിൽ വാലറ്റത്തുള്ളവരുടെ പ്രകടനമാണ് ഓസീസ് ഇന്നിങ്സിന് 250 കടത്തിയത് എന്ന് വേണം പറയാൻ. ഇന്ത്യക്കായി കുൽദീപ് യാദവും ഹാർദിക് പാണ്ഡ്യയും 3 വിക്കറ്റ് നേടിയപ്പോൾ അക്സർ പട്ടേലും അതുപോലെ തന്നെ മുഹമ്മദ് സിറാജും 2 വീതം വിക്കറ്റുകൾ നേടി ഫിജി. ശരി ആതിര, 270 റൺസ് ഇന്ത്യക്ക് വിജയലക്ഷ്യം.